പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവരെ, മക്കളില്ലാത്തവരെ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവരെ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മുടെ കൂടെ കൃപാസനത്തിലെ കഴിഞ്ഞ ജൂൺ മാസം ആദ്യം വരെ ഇവിടെ സ്പിരിച്വൽ ആനിമേറ്ററായിരുന്ന അലക്സസിനില്ലേ, അലക്സ് കൊച്ചിക്കാരൻ വീട്ടിലെ അച്ഛനിപ്പോൾ ഒരു നല്ല വലിയ പള്ളിയിലാണ്,
നല്ല സുന്ദരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നന്ദി. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് അച്ഛൻ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴേക്കുണ്ടല്ല, അച്ഛൻ ഈ മിഷൻ ജോലി ചെയ്ത അച്ഛനെ ഈ റീജൻസി ചെയ്തത് മേഘാലയയിലാണ്. മേഘാലയയിൽ ഒരു കൊല്ലം റീജൻസി ചെയ്ത്, അത് മലയോര പ്രദേശമാണല്ലോ. പക്ഷേ റീജൻസി ചെയ്യുമ്പോൾ അച്ഛൻ പറയണത് ഒരു സീസൺ കഴിഞ്ഞൊരു 3 മാസത്തേക്ക് അവിടെ ആൾക്കാർ കഴിക്കണം, വീട്ടിൽ നിന്ന് ആൾക്കാർ കഴിക്കണം. വീട്ടിലില്ലേ, ഞാൻ തന്നെ വാവിളിച്ചു പോയി. അതിങ്ങനെ കൊച്ചു കുഞ്ഞും മരുന്നും എല്ലാം കുറ്റിക്കാട്ടിലേക്ക് പോയിട്ട് ഈ സമയമാകുമ്പോൾ വിട്ടിലുകൾ എവിടെ നിന്നോ പറന്ന് വരും. ആ വിട്ടുകളിലേക്ക് പറിച്ച് പിടിച്ചവർ എല്ലാവരുടെ കയ്യിലും 1/2 കിലോ 2 കിലോ 3 കിലോ വെച്ച് അവർ കളക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നല്ല ഇതുണ്ട്, പ്രോട്ടീൻസ് ഉണ്ടാവുകയെ. കഴിക്കാൻ നമുക്ക് ഇപ്പം കഴിക്കാതൊക്കെ ഇരുന്ന് കഴിക്കാതിരിക്കുക ആൾക്കാർ, പക്ഷേ കഴിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ കഴിച്ചു പോകും, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ചെമ്മിനൊക്കെ കഴിക്കണില്ലേ, കഴിച്ച് പണ്ടേ ശീലിച്ച കൊണ്ടാണേ. വീട്ടിലാണ് നമുക്ക് ചെമ്മിന് പകരം നമ്മൾ വീട്ടിലാണ് ആദ്യമേ കഴിച്ചെങ്കിൽ നമ്മൾ വീട്ടിലിനെ കഴിച്ചേക്കണം. ഇതെല്ലാം ഒരു ഫുഡ് എപ്പോഴും ഒരു ഹാബിറ്റല്ലേ. ഹാബിറ്റ് ആണ് ഫുഡ്. അപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ് അത്ര ഗുണമില്ലാത്ത കൊണ്ടല്ല നമ്മൾ വയറൊക്കെ ചാടി കിടക്കണം. ചോറ് എപ്പോഴും തിന്നും, കഞ്ഞി കുടിക്കും, നമ്മൾ ചോറ് തിന്നും, കഞ്ഞി കുടിക്കും, കുഞ്ഞില്ലാതെ. അപ്പം ഇനിയിപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ കുറച്ച് അവർ മാറ്റുകയും അവർ ചപ്പാത്തിയിലോട്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് വെജിറ്റേറിയനിലേക്ക് മാറുന്നത്, വെജിറ്റേറിയനിലേക്കൊക്കെ പോകുന്നുണ്ട് പിള്ളേർ. അപ്പം എല്ലാ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. വീട്ടിൽ വരുന്ന ഒരു സീസണാണ് മേഘാലയയിൽ. ആൾക്കാർ പറയുന്നത് സന്തോഷത്തോടെയാണ്, അവർ ഉത്സവത്തോടെയാണ്. പണ്ട് കിഴക്കൻ നാട്ടിലൊക്കെ അവർ കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി സ്ഥലമൊക്കെ കപ്പ പറിക്കണ ഒരു രാത്രി ഉണ്ടായിരുന്നു. കപ്പ പുഴുങ്ങണ രാത്രി, വട്ട അരിഞ്ഞ് ഉണക്കണ രാത്രി. എന്തൊരു ഉത്സവം! മനുഷ്യൻ നാടിൻ്റെ നൈസർഗികമായ ഒരു ഉത്സവത്തിൻ്റെ കാലമായിരുന്നത്. നമ്മുടെ പാലപ്പുഴ നാട്ടിലാണെങ്കിൽ തേങ്ങ വെട്ട് വലിയ ഉത്സവമായിരുന്നു. അത് ഉണക്കണതും കടപ്പുറത്ത് ഞാൻ അപ്പനുമായിട്ട് പോയി കടപ്പുറത്ത് തേങ്ങ രാത്രി ഉണക്കുമായിരുന്നു. ഉണക്കാൻ വെച്ചിട്ട് രാത്രി കൂട്ടിടക്കാൻ പോകും. അപ്പോൾ അവിടെ തേങ്ങ കടത്താൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അവർ കടത്തിയിടുന്ന ചിരട്ട എടുത്ത് കുപ്പ കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കപ്പ എടുത്ത് ചുട്ടെടുക്കും. ഒരു നാട്ടു സന്തോഷങ്ങളെ. ഇങ്ങനെ ഓരോ സീസണിലും ആൾക്കാർക്ക് ഓരോ സന്തോഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലൊരു സീസൺ ബൈബിളിൽ എല്ലാത്തിനും സീസണുണ്ട്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിന് സീസണില്ല. നമ്മൾ ഉടമ്പടിക്ക് തന്നെ നമ്മൾ ഒരു 90 ദിവസം എന്ന് വെച്ചേക്കണില്ലേ, 90 ദിവസം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾക്കൊരു ഇപ്പോൾ ഓൺ ഇയർ മാർച്ച് സെറ്റ് ഗോ എന്ന് പറയാൻ വേണ്ടി ഒരു സ്റ്റാർട്ടർ നമ്മുടെ ഉപ്പൂരിയുടെ വെക്കത്തില്ലേ, ആ ചവിട്ടിക്കൊണ്ടാണല്ലോ അവർ കുതിക്കണം. ഇങ്ങനെ ഈ 90 ദിവസം വെച്ചിരിക്കുന്നത് കുതിപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ കുതിച്ച് അവിടെ തന്നെ കിടക്കരുത്. എന്തുമാത്രം ആൾക്കാരാണെന്നാ കുതിച്ച് കയറിപ്പോയത് ക്രിസ്തുവിൽ. ഞാൻ നല്ല ഓട്ടം ഓടി എടുത്ത് അതായത് 2 തിമോത്തി 4:7-8 ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഇത് നടപ്പല്ലായിരുന്നു കക്ഷി. വിശ്വാസ ജീവിതം കാക്കാൻ വേണ്ടി ഓടുകയായിരുന്നു. അതിൻ്റെ നിൽക്കില്ല, നടപ്പല്ല, സ്ലോ ഡൗൺ അല്ല. ഉടമ്പടി ഒരു ഓട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഓടി കയറുന്ന എന്തുമാത്രം മനുഷ്യരാണെന്നറിയാവാ ഇവിടുത്തെ സാക്ഷ്യം പറയണത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് 3 സാക്ഷ്യം, 3ാമത്തെ സാക്ഷ്യം പറഞ്ഞ് 6 കൊല്ലത്തിനുള്ള 3 സാക്ഷ്യം കിടിലൻ സാക്ഷ്യമാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അവർ സുവിശേഷ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷ സാക്ഷ്യം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു എന്താണ്, ഒരു സീസണബിളാകരുത്. വീട്ടിൽ വരണത് പിടിച്ചു തിന്നാൻ പറ്റുന്ന രീതിയിൽ മേഘാലയക്കാർക്ക് ഒരു സീസൺ ഉണ്ടായിരുന്ന പോലെ ഒരു സീസണല്ല ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഓൺഗോയിങ് നടപ്പമല്ല, പിന്നെന്താണ്, ഇത് ഓട്ടമാണ്. വിശ്വാസ സംബന്ധമായ കാര്യത്തിന് സ്പീഡ് ഉണ്ടാകണമെന്ന് അർത്ഥം, ഹോൾട്ട് ഉണ്ടാകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശരിക്കും ഡോക്ടർ വിചാരിച്ചത് കുട്ടി മരിച്ചു എന്നാണ്. കാരണം അത്രമാത്രം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ചെല്ലുന്നത്. സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം എടുത്ത് മേത്ത് തൂത്തു. സിസ്റ്റർ വേറെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ICUവിലാക്കണം, തൽക്കാലം ICU കിടത്തിട്ട് നമുക്ക് രാജഗിരിയിലോ വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ICUവിൽ കിടന്നുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ അവന് ഹീലിംഗ് കിട്ടി എന്നുള്ളതാണ് സത്യം. സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ പറയും. അപ്പോൾ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ സിസ്റ്റർ പറഞ്ഞത് വേറെ ഒന്നുമല്ല, പ്രാർത്ഥനയുടെ റിസൾട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ICUവിൽ നിന്ന് 15 മിനിറ്റിന് ശേഷം റൂമിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഹീലായി. കുറച്ച് ദിവസം ആൻറ്റിബയോട്ടിക്സ് എടുത്തു എങ്കിൽ പോലും ഹീലായി അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഫാദറിനിലോ അച്ചാച്ചൻ നടക്കാൻ പോയ സമയത്ത് റോഡിൽ വീണിട്ട് ആൾ അറ്റാക്കൊക്കെ വന്നിട്ടുള്ള ആളാണ്. റോഡിൽ വീണതിന് ശേഷം ആൾ വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ ഇതുപോലെ തന്നെ കണ്ണ് ഇങ്ങനെ മെള്ളിലേക്ക് പോയി അൺകോൺഷ്യസ് ആവുന്നു. ഭയങ്കരമായിട്ട് വീട്ടിലുള്ളവരെല്ലാം കരയുന്നു. അപ്പം ഞാനും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളൂ. ആളത്ര വിശ്വാസിയൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയത് തൊട്ടടുത്തിരുന്ന് നമ്മുടെ ഉടമ്പടി തൈലമെടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തീർന്നില്ല. അതിനു മുമ്പ് ആൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് സംസാരിച്ചു തുടങ്ങി. എങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. CTയും MRIയും അതുപോലെ തന്നെ എക്കോയും ECG എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോഴെല്ലാം ആൾ നോർമലാണെന്ന് പറഞ്ഞു. 1 മണിക്കൂറിന് ശേഷം ആൾ വീട്ടിൽ വന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും ഒരു പ്രൊട്ടക്ഷനും ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ദൈവാനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ്. അതുപോലെ വേറൊരു കാര്യം, ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നതാണ് എൻ്റെ ആങ്ങളയുടെ കല്യാണം. അവന് 30 വയസ്സ് പ്രായമുണ്ട്. ഒരു വർഷത്തോളമായി കല്യാണം നോക്കുന്നു. അവന് പഠിത്തമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ചേർന്ന് ഒരു വിവാഹാലോചന വരാതെ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനത് നിയോഗത്തിൽ വെച്ചു. ഇവിടുന്ന് പോയി 1 മാസം ആകുന്നതിന് മുമ്പ് നല്ലൊരു കല്യാണാലോചന വന്നു. നല്ലൊരു പെൺകുട്ടി, എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാലോചന. അങ്ങനെ ഈ ഒരു ഫെബ്രുവരി 3-ാം തീയതി ആകുമ്പോഴത്തേക്കും അവൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇതെല്ലാം ഈശോയും മാതാവും ഞാനൊരു ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ തരുന്ന അനുഗ്രഹങ്ങളായിട്ട് തന്നെ കരുതുന്നു. നമ്മൾ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണം ഉണ്ടാക്കി ആഴ്ചകളിൽ നമ്മൾ റോഡിലും വഴിയിലുമൊക്കെയുള്ള ഭിക്ഷക്കാർക്കൊക്കെ ഞാനും പിള്ളേരും കൂടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ആഴ്ചകൾ തോറും. പിന്നെ സാമ്പത്തികമായിട്ടാണെങ്കിലും അതുപോലെ വസ്ത്രങ്ങളായിട്ടൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. കുർബാന എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കുണ്ടായ മാറ്റമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ കാണാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരുന്നു. ഉറങ്ങുന്നത് തന്നെ പാട്ടും കഥയൊക്കെ വെച്ചുകൊണ്ടായിരുന്നു. അത് മാറിയിട്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് അവർ ഉറങ്ങിത്തുടങ്ങിയത്. 4-5 വയസ്സുള്ള പിള്ളേരാണെങ്കിലും ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ കേൾക്കും. എന്നിട്ട് അവർ പറയും നമുക്ക് പോയി സാക്ഷ്യം പറയണം. ഒരു മാർക്ക് 10 കിട്ടിയാൽ പറയും സാക്ഷ്യം പറയാൻ പോകണം. അത്രമാത്രം
ആ ഒരു കൃപാസനവും മാതാവും ഈശോയും ഒക്കെ അവരുടെ ലൈഫിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ റോഡിലും ബസ്സിലും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞ് പത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃപ ഈശോ തന്നു. അപ്പം അങ്ങനെ ആ ഒരു മടിയൊക്കെ മാറി കൂടുതൽ പ്രാർത്ഥിക്കാൻ. അതിനപ്പുറത്തേക്ക് ഒത്തിരി പ്രതിസന്ധികൾ, അതായത് ഈ കഴിഞ്ഞൊരു വർഷക്കാലം എടുക്കുമ്പോൾ ഒരു അസുഖം കഴിയുമ്പോൾ അടുത്ത അസുഖം, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി അല്ലെങ്കിൽ ന്യൂമോണിയ, ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കായിട്ട് വീട്ടിൽ പല രീതിയിൽ. പക്ഷേ എങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പണ്ടത്തെ പോലെ സങ്കടത്തോടെ ഇരിക്കാതെ, എന്തുകൊണ്ടെന്ന് ചോദിക്കാതെ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഇതെല്ലാം നന്മയ്ക്കാണെന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു ഗ്രേസാണ് എനിക്ക് ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം അനുഭവിച്ചറിയാൻ പറ്റിയത്. പിന്നെ റീസെൻ്റ്ലി ഒരു 10 ദിവസം മുമ്പ് മദറിലോ ഇതുപോലെ തന്നെ വീട്ടിൽ വീണു, കാല് തെറ്റി വെറുതെ ഒന്ന് വീണത്. അപ്പോൾ ഷോൾഡർ പൊട്ടി. ഡോക്ടർ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഏജ്ഡ് ആയതുകൊണ്ടും വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും ഒരു സർജറിക്ക് ആളൊട്ടും റെഡിയുമല്ല. അത് മാനസികമായിട്ട് ആളെ റെഡിയാക്കാനും പാടാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, അടുത്ത തവണ സാക്ഷ്യം പറയാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സർജറി ഒഴിവാക്കി തന്നാൽ അതും കൂടെ ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞോളാമെന്ന്. അപ്പം അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഡോക്ടർ സർജറി വേണ്ട, പ്ലാസ്റ്റർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആളിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് ഒരു ഹീലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രേസി ഷാജു. ഞാൻ എറണാകുളം വരാപ്പുഴ പുത്തമ്പള്ളി സെൻറ്റ് ജോർജ് ഇടവകാംഗമാണ്. ഞാൻ ഒരു ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. 20 വർഷത്തോളമായി ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ആ ഫീൽഡിലേക്ക് പോകാൻ കാരണം എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി ഹിറേമ്പേഡാണ്. അപ്പോൾ അവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ നോർമൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് സേവനം ചെയ്തേനെ. ഈ കുട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫീൽഡിലേക്ക് പോകാൻ കാരണം. ഞാൻ 2016 മുതൽ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതാണ്. പക്ഷേ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ വന്ന് ഈ കൃപാസനം ത്തിൽ വരുവാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അതെങ്ങനെ വരും, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, ആരുടെയെങ്കിലും സഹായം വേണം. അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ആൻറ്റിയാണ് എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കൃപാസനത്തിൽ എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്. 2019 ആയപ്പോഴാണ് എനിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. 24/11/2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് മാതാവും ഈശോയും കൂടി എനിക്ക് തന്നത്. അതിൽ എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയ എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യമായി പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം, അതായത് ജൂലൈ 15-ാം തീയതി സ്കൂട്ടർ സ്റ്റാർട്ടാക്കിയപ്പോൾ സ്കൂട്ടറിൻ്റെ ഫുഡ് റെസ്റ്റ് കൊണ്ട് കാലിൽ ചെറിയൊരു മുറിവുണ്ടായി. പക്ഷെ അത് കാര്യമാക്കിയില്ല. ചെറിയൊരു മുറിവാണല്ലോ എന്ന് വിചാരിച്ച് കാര്യമാക്കിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാല് റെഡ് കളറായി. ഒരു ചെറിയ മുറിവാണെന്ന് ഓർക്കണം, TT ഒന്നും എടുത്തില്ലായിരുന്നു. ചെറിയ മുറിവാണല്ലോ എന്ന് ഓർത്ത് കാല് റെഡ് കളറായി. പിന്നെ ഒരു ദിവസം പനിയുണ്ടായി. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് ഇവിടെ ഒരാഴ്ച കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു. പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹസ്ബൻഡിന് ചെറിയൊരു ചുമയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരീരം പതുക്കെ ഒന്ന് വണ്ണം വെച്ച് വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഡിസ്ചാർജായി വന്നു കഴിഞ്ഞപ്പോൾ സാവധാനം ചുമ കൂടാൻ തുടങ്ങി. ആൾക്ക് അത് ശ്വാസം മുട്ടിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇന്ന് വരെ ശ്വാസം മുട്ട് ഹസ്ബൻഡിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടിയിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉടമ്പടിയിലാണ്, മാതാവും ഈശോയും നമ്മളെ നോക്കിക്കോളും എന്നുള്ള ഒരു ധൈര്യമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു ദിവസം
പെട്ടെന്ന് ശ്വാസം മുട്ട് കൂടി ഞങ്ങൾ പെട്ടെന്ന് എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് എമർജൻസിയിലേക്ക് പെട്ടെന്ന് പോയി. അവിടെ ചെന്ന് അവർ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അവർ പെട്ടെന്ന് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എല്ലാം ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഫെയിലിയറായി, പോയിസൺ കയറി ഇൻഫെക്ഷനായി. അപ്പോൾ ആളുടെ നില സീരിയസ് ആണ്, അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുപോലെ കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ട് ഡയാലിസിസ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുതലാണ്, പൊട്ടാസ്യം കൂടുതലാണ്, സോഡിയം കുറവാണ്. അങ്ങനെ ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ ആളുടെ നില ഗുരുതരമായി കൊണ്ടിരുന്നു.